റൂമിൽ പോയിട്ട് മലയാളം പാട്ട് ദളപതി വിജയനെ കാണുവാനുള്ള 28ാം ദിവസത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നിരിക്കുകയാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മള് ഇന്നലെ കിടന്ന റൂമാട്ടോ ഇത്. അപ്പൊ ഇവിടുന്ന് നമ്മള് ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ ഇന്നലെ വന്ന മെമ്പർമാരുണ്ടല്ലോ, അവര് വന്നിട്ടുണ്ട് കേട്ടോ. കഴിച്ച് ഞങ്ങള് രാവിലത്തെ ഭക്ഷണം കഴിക്കും കേട്ടോ. ഇഡ്ഡലി, ചട്നി, വട. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഭക്ഷണം കഴിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ലൈറ്റ് ചായ, ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ചായ കേട്ടോ. അതിനുള്ള ചായ അതിന്റെ മുകളില് നമ്മുടെ പൊടി ഒഴിച്ച് തക്കാളി ചട്നിയും വടയും നല്ല ടേസ്റ്റ് ആണ്. തിന്നാൻ പറ്റാതെ തിന്നാണ്. ഐസ് ഞങ്ങളിപ്പോ ഒരു AC റൂമിലായിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന മെമ്പറായിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നിട്ട് അതൊക്കെ കുടിച്ച് നമ്മളിപ്പോൾ എണീക്കാണ്. தமிழக வெற்றி கழகத்தின் வெற்றி தலைவர் தளபதி விஜய் அண்ணன் அவர்கள் முதலமைச்சராக ஆக வேண்டும் என்று ஒரு பிரார்த்தனை வைத்துக் கொண்டு வெற்றி பெற்றவுடன் 6ஆம் தேதி நடைபயணம், அதாவது கேரள மாநிலம் மலப்புரத்திலிருந்து நடைபயணமாக 27வது நாளாக நேற்று விழுப்புரத்தில் தங்கினார்கள் ரஃபி தம்பதியினர். அவங்களை நம்ம சகோதரர்லாம் ரூம்ல தங்க வச்சு அவங்களுக்கு உண்டான சாப்பாடு எல்லாமே கொடுத்து 28வது நாள் விழுப்புரத்துல இருந்து இன்னைக்கு ஸ்டார்ட் பண்றாங்க. தலைவர் தளபதி அண்ணன் அவர்களுக்கும் மதிப்புமிகு மாண்புமிகு பொதுச் செயலாளர் அண்ணன் அவர்களுக்கும் என்னுடைய ஒரு தாழ்மையான வேண்டுகோள், இவர்களுடைய பயணம் வெற்றி பெற வேண்டும். இவர்கள் தளபதியை நேரடியாக சந்திக்க நடைபயணமாக வந்து கொண்டிருக்கிறார்கள். 28வது நாளாக இன்று விழுப்புரத்திலிருந்து ஆரம்பிச்சிருக்காங்க. இந்த காணொலியை பார்த்து இவர்களை தளபதியை எப்படியாவது சந்திச்சு இவங்களுடைய பயணம் வெற்றி பெற செய்யணும். உங்களை ரொம்ப பணிவன்போடு கேட்டுக்கிறேன். நன்றி. ഓട്ടോറിക്ഷ ഉണ്ടോ? ഇവിടുത്തെ ഒരു വെറൈറ്റി ഓട്ടോറിക്ഷ കേട്ടോ. നമുക്ക് പുതിയ കൊടയൊക്കെ കിട്ടി. എങ്ങോട്ട് കൊണ്ടുവരും കൊട? അത് സൂപ്പർ കൊട കേട്ടോ. അതൊക്കെ ഇതൊരു വെറൈറ്റി വണ്ടി കേട്ടോ ഇവിടുത്തെ. എങ്ങനെയാ വണ്ടി? ആ വണ്ടിയാണോ? എനിക്ക് എല്ലാമേ സൂപ്പർ. ഇവിടെ പറക്കുന്ന കൊടിയുണ്ടോ? DMKയുടെ കൊടിയാ മൊത്തം. അതിന്റെ ഇടയിൽ കൂടെയാണ് നമ്മള് വീശി പോകുന്നത്. അത് കൊടയൊക്കെ പിടിച്ച് വേറെ ലെവല്. അവര് മനുഷ്യന്മാര്, ഞമ്മള് മനുഷ്യന്മാര്. വെളിപ്പുറം സിറ്റിയിലാട്ടോ ഇപ്പൊ ഉള്ളത്. ഇവിടുന്നാണ് നമ്മൾ ഇന്നത്തെ കാൽനട യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും പോരാ, നമുക്ക് ഒരുമിച്ച് പോവാം. പുതിയ കൊടയൊക്കെ കിട്ടിയ സന്തോഷത്തില് എവിടെ കൊണ്ടുപോയി വേറെ വീട്ടിൽ നടക്കാണ്. കൈ വേദിച്ചിട്ട് അത് പിടിച്ച് തായിക്കോളൂ. വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ വലിയ സിറ്റി ആട്ടോ. നല്ല ക്രൗഡ്, നല്ല തിരക്കുണ്ട് ഈ ഒരു സിറ്റിയില്. ചൂടും ചെറിയ രീതിയിൽ കൂടി വരുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. കാരണം ഇവിടുത്തെ മെമ്പർമാരായിട്ടുള്ള മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് കുറച്ചു നേരം സംസാരിച്ച് നമുക്ക് കുറെ കോണ്ടാക്ട്സ് കാര്യങ്ങളൊക്കെ തന്ന് കുറെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. അവര് ഹാപ്പി, ഞങ്ങള് ഹാപ്പി. ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ബസ്സും തമിഴ്നാട്ടിലെ ക്രൗഡും. രക്ഷയില്ലാത്ത തിരക്കാട്ടോ. ഈ സിറ്റി കഴിയുന്നിടം വരെ നല്ല രീതിയിലുള്ള തിരക്കായിരിക്കും. റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന പട്ടിയുണ്ടോ? പട്ടിക്ക് വാല് കുറവാട്ടോ. ഉണ്ടോ? എന്റെ സ്ട്രീറ്റ് ലൈറ്റ് എടുത്തതാണ്. വേഗം പോടാ, ഓടിക്കോടാ. B2 വിളിപ്പുറം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. നല്ല ക്രൗഡാ കേട്ടോ. ഇവിടുത്തെ ഓട്ടോ ആണ്. ഓട്ടോയുടെ സൈഡിലൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വേറെ മൂട്. ഈ ഫ്ലെക്സ് ഒക്കെ അടിക്കാൻ വേണ്ടിട്ട് ഇവർ ഇവിടെ പന്തലിടും കേട്ടോ. അതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. പോലീസ് ബൈക്ക്, പോലീസ് ജീപ്പ്, എല്ലാ വ്യത്യാസം മനസ്സിലായോ? ഹെൽമെറ്റ് ഒന്നും വേണം അവിടെ പോലീസുകാർക്ക്. നമ്മളവിടെ കാണാൻ ആയിരിക്കണം. ഇപ്പൊ ഒരു ജനം മൊത്തം വട്ടം കൂടിയാണ് പിടിക്കാൻ വേണ്ടി. ഏണി ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഇത് ഏണി പട്ടണത്തിക്കാ ഇങ്ങനെ തയ്യാറപ്പണി ഇങ്ങനെ സൈഡിലോ കണ്ടോ? റോഡ് സൈഡിൽ ഇരുന്നാണ് ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ കൊട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊട്ട വേണോ? തലയിൽ വെക്കണ കൊട്ടയും കൂടെ വേണോ? ചെറിയ കൊട്ട, അതെ, അതിനകത്ത് ചെറിയ കൊട്ട. നല്ല ചൂടുണ്ട് കേട്ടോ. ചൂട് കൂടി വരാണ്. വലിയ ടൗണിൽ നമ്മള് ചെറിയ ടൗണിലോട്ട് വന്ന് ചാടിട്ടോ. മൊത്തം TVK പറയാം. TVKയുടെ ഏരിയ ആണ്. കിടക്കുന്ന മുഴുവൻ വേസ്റ്റ് ആട്ടോ. അതിനകത്ത് നല്ലപോലെ കൊതുകൊക്കെ പെരുകുന്നുണ്ട്. ഇവിടെ മുഴുവൻ ഇതിന്റെ അടിയിൽ കെട്ടിക്കിടക്കാണ്. ഇവിടുന്ന് ഒഴുക്കില്ല, അതാണ് ഈ പ്രശ്നം. അതുകൊണ്ട് വീട് കിടക്കുന്ന സൈഡ് മൊത്തം ഭയങ്കര കൊതുകാണ് ഇവിടെ. ഉണ്ടോ? ഒരു ചേരിയാട്ടോ. പേഴ്സല്ലേ? തളപതി എന്തൊക്കെ പിടിക്കോ? നിറയെ പിടിക്കോ? നമ്മള് മനസ്സിലാക്കി ഓട്ടോയ്ക്കുള്ളിൽ ഇരിക്കോ കേട്ടോ. അണ്ണാ ഉങ്ങളുടെ പേഴ്സല്ലേ? സൗന്ദർ. ரொம்ப சந்தோஷம். ஓகே. போட்டுறேன்.
കേരള റൈസ് എല്ലാ റൈസുமே இருக்கு குத்தரியா இதான் ரியல் குத்தரி ഇതാണ് കേരള റൈസ് ഇവിടെ. സൂപ്പറാ இருக்கு ഒരു ഫ്ലൈ ഓവർ കയറി ഇറങ്ങും കേട്ടോ. നല്ല നീളമുള്ള ഫ്ലൈ ഓവർ ആണ്. അതിന്റെ ഇടയിൽ കൂടെ വറക്കും, അതിന്റെ ഇടയിൽ കൂടെ ചൂടും, നേരത്തെ ഒലിക്കാണ്. ബ്രിഡ്ജിന്റെ മുകളിൽ വെച്ച് നമ്മളെ കണ്ട കേട്ടോ. അതെ, നമ്മളെ കാണാൻ വേണ്ടി വണ്ടി ഇട്ടിട്ട് ഇപ്പൊ ഇറങ്ങി നമ്മുടെ അടുത്തിട്ട് വരും കേട്ടോ. ഇതാണ്ടോ, ഇത് സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ നമ്മള് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു വെയിറ്റ് ഷെട്ടി കയറി കേട്ടോ. ചൂട്, നല്ല ചൂടുണ്ട്. ഇത് വെയിറ്റ് ഷെട്ടി കാണുന്നതാണ് കേട്ടോ. ഞങ്ങളെ വെയിറ്റ് ഷെട്ടിന്ന് ഇറങ്ങിട്ടോ. കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ഒരു അമ്പലത്തിന്റെ അടുത്ത് ഇവിടെ ഒരാൾ കിടക്കുന്നൊക്കെ ഉണ്ട് രണ്ടുപേര്. നല്ല കാറ്റ്, അവിടെ കാറ്റില്ല കേട്ടോ. അപ്പൊ അവിടെ ഇറങ്ങി ഓടുമായിരുന്നു ജീവനും കൊണ്ട്. ലഗേജ് ഒക്കെ അവിടെ വെച്ച് ഉറുമാമ്പഴം കഴിക്കുക കേട്ടോ. ഇത് നമുക്ക് ഇന്നലെ പാർട്ടിക്കാർ വാങ്ങിച്ചു തന്നെയാണ്. അതും കഴിച്ച് നമ്മള് ഈ അമ്പലത്തിന്റെ ചോട്ടിൽ തന്നെ ഇരിക്കുക കേട്ടോ. നല്ല കാറ്റും ഉണ്ട്. ചെറിയ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്നു. തീരാൻ ഒത്തിരി സമയം എടുത്തു. ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു. കാരണം നമ്മള് മുകളിൽ പോയിട്ട് അവർ 2 പ്രാവശ്യം വിളിച്ച് നമ്മൾ താഴത്തേക്ക് വന്നു. വർക്കിന്റെ ഇടയിലാണ് ഓടി ഓടി താഴത്തേക്ക് വരുന്നത്. അപ്പൊ അതൊക്കെ ഇപ്പൊ നമ്മള് ഫിനിഷ് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങള് വിറ്റാമിൻ ഉള്ള സാധനങ്ങൾ കഴിക്കുക കേട്ടോ. ആപ്പിള് അവിടെ കണ്ടോ കുറച്ചു പേര് നിക്കുന്നത് ആ മരത്തിന്റെ അടിയില്. അതില് കള്ളു കുടിക്കാണ്. ഇവിടെ അപ്പൂപ്പൻ നിക്കുന്നുണ്ടോ? അപ്പൂപ്പനും കള്ളു കുടിക്കാണ്. നമ്മളിവിടെ വന്നപ്പോ ഇവിടെ ഒരാള് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ആള് എണീച്ചു പോയപ്പോ എങ്ങനെയായിരുന്നു? കിണി കിണി കിണി. അപ്പൊ ഞാൻ ഇതെന്താ സൗണ്ട് ഇങ്ങനെ ആക്കിയപ്പോ ആള് കള്ളു കുടിച്ച് പൂസായിട്ട് അങ്ങനെ പോണാണ്. കള്ളു കുപ്പിയും ഗ്ലാസ്സും ഉണ്ട്. അതിങ്ങനെ പുകച്ച് വെച്ചിട്ട് നടക്കുമ്പോഴാണ് കിണി കിണി. അതിനായിട്ട് ഇതൊക്കെ സഹജോ. നടത്താൻ തുടങ്ങി. സമയമാണെങ്കിൽ 1 മണി. കട്ട ചൂട്. നമ്മളെ ഫോണില് ചാർജും കാര്യങ്ങളൊക്കെ ഷോക്കായി കേട്ടോ. അപ്പൊ ഒന്ന് കഴിക്കട്ടില്ല, ഭക്ഷണം കഴിക്കണം, ചാർജിങ് കൂത്തണം. ആ രീതിയിലുള്ള ഒരു കട നോക്കിയാണ് നടക്കുക കേട്ടോ. ഇവിടുത്തെ ഇതുണ്ടോ, ക്ലൈമറ്റ് കണ്ടോ, ചൂടുണ്ടോ? എനിക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഉണ്ടോ? ഗിയറൊക്കെ ഉണ്ട്. എന്താ ഇവിടെ മീൻ മാർക്കറ്റ് എന്തോ ആണ്, അതാ മൊത്തം മണം. സമയം ഇപ്പൊ 2:30 ആയിട്ടോ. നമ്മള് കൊറേ ദൂരം നടന്നു. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ അടുത്ത് ഹോട്ടലിലെ കാര്യങ്ങളൊന്നും ഇല്ല. അവസാനം നമ്മള് ഒരു ഹോട്ടലിൽ കയറി. നമ്മള് കഴിക്കുന്ന ഭക്ഷണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിനൊക്കെ ഇവിടെ കോമഡിയാണ്. പറയും ഉണ്ടോ? അത്ര വണ്ണ എനിക്ക് ഇത് തമിഴ്നാട് സ്റ്റൈല്. ഇന്നത്തെ എന്താ പറിച്ച് എന്നിട്ട് എന്തായാലും പോകാൻ പറ്റുള്ളൂ. ബിരിയാണി വേണോ? അപ്പൊ തന്നോ. എനിക്ക് അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകട്ടോ. ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇതാണോ ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് കുത്തിയിട്ടേക്കും കേട്ടോ. ചാർജ് ഇല്ല. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച ചാർജറാണ്. ഇതിൽ നമ്മുടെ ക്യാമറയിൽ ബാറ്ററിയിൽ ചാർജ് ഇല്ല. അപ്പൊ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. അതിനകത്താണ് ഇപ്പൊ ഞാൻ അത് ഊരിയിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എനിക്കെന്നത് തിന്നിട്ട് ഇറങ്ങണില്ല. ഞാൻ അങ്ങനെ വായിലിടാൻ പോവുക. ഇവിടെ ബിരിയാണി ഉച്ചക്ക് സമയം ഇപ്പൊ 3:30 ആയി. ഞങ്ങള് ഭക്ഷണം കഴിച്ചു. കുറച്ചേരം ചാർജ് കുത്തിയിട്ടു. പക്ഷെ ചാർജ് കുത്തിയെടുത്ത് നല്ലൊരു പണിയും കിട്ടി. കുറെ നേരം കുത്തിയിട്ട് ചാർജ് കയറി നോർത്തു. പക്ഷെ ചാർജ് കയറിയില്ല കേട്ടോ. അവിടെ എന്തോ കംപ്ലൈന്റ് ആണ്, ഭയങ്കര സ്ലോ ആണ്. അത് നമ്മള് വീണ്ടും നമ്മളെ നടത്താൻ തുടങ്ങാണ് പോലെ. ഓക്കെ. എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, കട്ടവണ്ടി പോട്ടെ കട്ടവണ്ടി പോയിട്ടിരിക്കട്ടെ. ഇതുണ്ടോ വണ്ടിയുടെ ഒക്കെ അവസ്ഥ ഉണ്ടോ? ഇവിടെ പാച്ച് വർക്ക് ചെയ്യുന്ന കേട്ടോ. ഇഷ്ടംപോലെ വണ്ടി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ആ കാണുന്ന ബൈപ്പാസിന് അങ്ങോട്ട് കയറാൻ പോവാ കേട്ടോ. അവിടെ നിന്ന് റൈറ്റ് പിടിക്കാൻ പോവാണ്. സ്ട്രൈറ്റ് ടു ചെന്നൈ. ഇതാണ് ഇപ്പൊ നമ്മള് കടന്നു പോകാൻ പോകുന്ന ഫ്ലൈ ഓവർ. ഇവിടെ അങ്ങോട്ടാണ് സ്ട്രൈറ്റ് ടു ചെന്നൈ. നേരത്തെ എന്താ പറഞ്ഞേ? പള്ളി, ഒരു പുത്തൻ പള്ളി പണി കഴിഞ്ഞിട്ടില്ല. കൈ കാണിക്കുന്നത് മറ്റേ ഇതിന്റെ അടുത്തോട്ടാണ്. എലുമലൈ പോളിടെക്നിക് കോളേജ് വിളുപ്പുറോ. ഈ പൂവുണ്ടോ? ഇതെന്തോ വിശക്കാൻ പോലത്തെ ഒരു പൂവാട്ടോ. ഒരുമാതിരി ബാഡ് സ്മെല്ലാണ്. ഇപ്പൊ കുത്തി കയറിയത്. നമ്മളങ്ങനെ ഫ്ലൈ ഓവർ കഴിയാൻ പോവാട്ടോ. പുതുപുത്തൻ വണ്ടി കയറി പോന്നോ. ഇതിന്റെ മെഷീനൊക്കെ കൊണ്ടുപോവാട്ടോ. വലിയൊരു കോളേജ് കേട്ടോ. എന്തായാലും പുതിയ റോഡിന്റെ പണി നടക്കും കേട്ടോ. ഹിറ്റാച്ചി കിടന്ന് കറങ്ങുന്നുണ്ടോ. ഒരു ഫ്ലൈ ഓവറിന്റെ അടി കൂടെ വന്നേ. നമ്മൾ അടുത്ത ഫ്ലൈ ഓവറിന്റെ മണ്ടലോട്ട് കയറാൻ പോകും. എങ്ങനെയുണ്ട്? നമ്മൾ അങ്ങനെ ഫ്ലൈ ഓവറിന്റെ മണ്ടയിൽ കയറി. ഫ്ലൈ ഓവറിന് താഴെ ഒരു കാഴ്ചയുണ്ട്. മുഴുവനും മുൾച്ചെടി കേട്ടോ. വലിയ വലിയ മുൾച്ചെടി. ആരേലൊക്കെ ഇതിനകത്തോട് കയറി കഴിഞ്ഞാ എന്താകുമല്ലോ അവസ്ഥ. പെട്ടെന്ന് ഒരാൾ ഇതിനകത്തോട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അങ്ങനൊന്നുമില്ല, പ്രത്യേകിച്ച് തോന്നൂലേ? രണ്ടുപേരും കുത്തു കിട്ടിയാലോ?
അതിനെ അവര് ഓടിക്കും. ഗൈസ് കണ്ണാടി കിട്ടിയേ. ഞാൻ വെച്ച് നോക്കട്ടെ. രണ്ടാമത്തെ കണ്ണാടി സെറ്റാട്ടോ. ആരാണ്? അയ്യോ ഹണി സിംഗേ ഉണ്ടാക്കി. അയ്യോ ബസ് മാറിക്കോ, പറന്നു പോവോ. ഏണ്ട് പൊളിച്ചില്ലേ? അയ്യോ ഇത് സൂപ്പറാണ്. ഇങ്ങോട്ട് മാറിക്കോ. ഇതുണ്ടോ ഒരു ഡാമാട്ടോ, താഴെ വെള്ളം കണ്ടോ? അതെ, അവിടെ ഒരു ഡാമിന്റെ ഷട്ടറൊക്കെ കാണാൻ പറ്റും. വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ. ഈ ഒരു കുഴിഭാഗത്ത് മാത്രം കുറച്ച് വെള്ളമുള്ളൂ. ഇത്രയും വലിയ ഫ്ലൈ ഓവർ വന്നാൽ തന്നെ ഇവിടെ വെള്ളത്തിന് വേണ്ടി സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. പക്ഷെ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ. തൊട്ടപ്പുറത്ത് റെയിൽവേ ഉണ്ട്. ഈ ആദ്യം കാണുന്ന ഈ ഒരു പാലം ഉണ്ടല്ലോ, ഇത് റെയിൽവേന്റെ പാലം കേട്ടോ. തൊട്ടപ്പുറത്ത് കാണുന്നത് വെള്ളത്തിന്റെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലൈ ഓവർ അല്ലേ? ആ വരുന്ന എന്താന്ന് മനസ്സിലായോ? തീരിപ്പായും. തീവണ്ടി. തീവണ്ടി. അയ്യോ നല്ല രസമുണ്ടല്ലേ നോക്കിയേ. പുറകില് ബാക്ക്ഗ്രൗണ്ടും. ഇത് മറ്റേ മെമു ആട്ടോ, ലോക്കൽ. പോയി ഏണ്ട് പൊളിച്ചില്ലേ? സൂപ്പർ അല്ലേ? വേറെ മൂട് പോയിട്ടോ. ഏണ്ട് അത് ഫുള്ള് ആൾക്കാരൊന്നും ആള് കുറവാ, ലോക്കൽ ട്രെയിൻ. നമ്മള് ഇപ്പൊ ട്രെയിൻ പോയില്ലേ, അതെ ഇതിന്റെ അടിയിൽ കൂടെ കേട്ടോ. ആടാ അതോ നടക്കാൻ പോണേ. പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞു. എന്ത് പെട്ടെന്നല്ലേ, ഞങ്ങള് ഭയങ്കര സ്പീഡാ കേട്ടോ. അടിപൊളി ഒരു ട്രെയിൻ. വണ്ടി ഇടിച്ചിട്ടാണോന്ന് അറിയത്തില്ല കേട്ടോ. ഇത് ചെരിഞ്ഞിരിക്കുവോ ഈ സാധനം. അവനാണ് കൂടുതലും പശുക്കളെ മേയിച്ച് അമ്മ പശുക്കളായിട്ട് വീട്ടിൽ പോവാണ്. ചെറിയൊരു കട, റോഡ് കണ്ടോ? താഴെ കാണുന്ന മുഴുവനും കരിമ്പാട്ടോ. അതിന്റെ ഇടയിൽ കൂടി ചെറിയൊരു റോഡ് പോകുന്നുണ്ടോ? അവിടെ നോക്കിയേ, വെള്ളം കെട്ടിക്കിടക്കുന്നത്. അത് എന്തോ കൃഷിക്ക് വേണ്ടി ചെയ്തേക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എന്തോ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗി. ആകാശമാണെങ്കിൽ വേറെ കാര്യം. ഓ ഇഷ്ടേക്കട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പാപ്പൻ സൈക്കിളിൽ കുറെ ടോയ്സ് ഒക്കെ ആയിട്ട് പോവാട്ടോ. ഏതോ അമ്പലപരിപാടിക്ക് പോകാൻ തോന്നി. കഴിയുമേ നീ ഇത് കാണുന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരു തട്ടിട്ട് കൊടുക്കടാ. ഗൈസ് നമ്മുടെ മലയാളം പാട്ട്. നമ്മള് റോഡ് ക്രോസ് ചെയ്ത പാട്ട് കേൾക്കുന്നിടത്തോട്ട് പോവാട്ടോ. മലയാളി വല്ലാണോ നോക്കട്ടെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പുറത്തെ ക്രോസ് ചെയ്യാം. ആ പാട്ട് കേട്ടത് വീട്ടിലല്ല കേട്ടോ, അത് ഇവിടുത്തെ അമ്പലത്തിലാണ്. ഈ കാണുന്ന മുഴുവനും കരിമ്പാട്ടോ. ഇരിക്കോ? ഈ വീടിന്റെ സൈഡ് കണ്ടോ, കൊക്കക്കോളയുടെ പരസ്യം കേട്ടോ. ഒരു പ്രത്യേകത നിങ്ങക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ ഒരു മോൾ ഭാഗം അടുക്കിയേക്കുന്നത് ചെറിയ ചെറിയ പീസുകൾ കൊണ്ട് അടുക്കിയേക്കുന്ന കേട്ടോ. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാഴ്ച പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറിയൊരു ഇത് വേറെ അയക്കുന്നില്ല, നമ്മൾ ഇന്നലെ കണ്ടാ പോലത്തെ അല്ലല്ലേ? വേറെ ഇത് കണ്ടോ, ഒരു കുഴി പോലെ അല്ലേ? ഇവിടെ പഴയ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങള് കൊറേ ദൂരം നടന്നു വന്നിട്ടോ. പക്ഷെ ഇവിടെ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അതാണെങ്കിൽ അടച്ചിടക്കുന്നു. കൊടിയുണ്ടോ? അതുകൊണ്ട് അങ്ങ് വരെ DMKയുടെ കൊടിയുണ്ട്. അവിടെ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നുണ്ടോ? DMKയുടെ മെയിൻ ആയിട്ടുള്ള ആളുടെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ. ഗവൺമെന്റ് വിളിപ്പുറം മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ. നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് കയറുക കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത് എവിടെയും ബാത്റൂമും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ഉള്ളിൽ പോയിട്ട് നമ്മുടെ പുറകെ കാണുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഇത്രയും വലിയ ഹോസ്പിറ്റല്. ഇതിനകത്ത് കരച്ചിലും പിരിച്ചിലും അല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല കേട്ടോ. ഭയങ്കര സങ്കടവും പേടിയൊക്കെ തോന്നും. എനിക്ക് അതിന്റെ ഉള്ളിൽ കയറിട്ട് തന്നെ പേടിയാവണം. ആശുപത്രി ഒരു MLA-യുടെ ഒരാളെ കണ്ടിട്ടോ, ഇവിടുത്തെ കച്ചിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പം അയാളുടെ കോഫി ഷോപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ തൊട്ടും നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് കയറി വന്നതാണ്. അപ്പൊ ഇവിടുന്ന് അവരുടെ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ വണ്ടി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് അവരുടെ വണ്ടി കയറിട്ടോ. എന്താ അതിനകത്ത് പറക്കി എടുക്കുന്നത്? നമ്മളിപ്പോ പോകുന്ന വഴിയാട്ടല്ലോ, ഇത് ഹോസ്പിറ്റലിന്റെ ഉള്ളിലോട്ട് കയറുന്ന വഴിയാട്ടോ. ഇതിനകത്ത് കൂടെയാണ് നമ്മള് ഉള്ളിലേക്ക് വന്ന ടോയ്ലറ്റ് ഇട്ട് മാറ്റി. ഇവിടുത്തെ നേരെ മുമ്പിൽ തന്നെയാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. നമ്മള് നടന്നു വരാന്ന് പറഞ്ഞാണ്. പിന്നെ അവരുടെ ബന്ധപ്രകാരം നമ്മളെ അവര് തന്നെ അവിടെ കൊണ്ടാക്കാണ്. ഇവിടെ ചെറിയൊരു ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവര് എല്ലാരും കൂടെ ഹോസ്പിറ്റലിലോട്ട് വന്നു കേട്ടോ. ഉണ്ടോ, ഹോസ്പിറ്റലിൽ തൊട്ട് മുമ്പിൽ തന്നെയുള്ള മിസ്റ്റർ ഹോപ്പ് കഫേ. നമ്മൾ ഉള്ളിലോട്ട് പോയ സമയത്ത് നമ്മൾ ഈ കഫേ കണ്ടായിരുന്നു. பேர் ஒரு வாட்டி விஜய் வடிவேல். விஜய் வடிவேல், ரொம்ப நன்றி. விழுப்புரம் தென்மேற்கு டிஸ்ட்ரிக்ட் செக்ரட்டரி. பாக்குறது பார்த்ததுக்கு ரொம்ப சந்தோஷம். நன்றி. அண்ணா எங்களுக்கு அண்ணனை எப்படியாவது பாக்கணும், அதுக்கு எல்லாரும் சப்போர்ட்டும் நிச்சயமா நல்லா இருக்கு. தமிழகத்தின் நிரந்தர முதல்வர் தளபதியாக சந்திப்பீங்க. ஓகே, தளபதியான ஆசீர்வாதம் பெறுவீங்க. ஓகே, അഡ്വാൻസ് വാഴ്ത്തുക്കൾ. താങ്ക് യു. ഇതാണ് നമുക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്ന സപ്പോർട്ട് കേട്ടോ.
പൊന്നാടൊക്കെ കൈ പിടിച്ചോണ്ടിരിക്കുന്നു. പോകുന്നില്ലേ? ഇവിടെ തന്നെ ഇരിക്കണോ? അതന്നെ കഴിക്കണ പോണില്ലേ? ഈ കാണുന്ന അംചർ ഹോപ്പ് കഫേ ഇവിടുന്നാട്ടോ നമ്മള് അണ്ണനെ പരിചയപ്പെട്ടത്. നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് പരിചയപ്പെട്ടു. ഇവിടെ ആയിട്ട് അണ്ണനോട് കുറെ നേരം സംസാരിച്ച് നമുക്ക് പൊന്നാട കാര്യങ്ങളൊക്കെ തന്നു. ചെറിയൊരു സപ്പോർട്ടൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അവിടുത്തെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാട്ടോ, അവരോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പൊ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ നിൽക്കാം. ഓരോ നിമിഷം ഇവിടെ ഇടിക്കുന്നതോറും പട കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉണ്ടോ? എണ്ണ കൂടിക്കൂടി വരുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോ A to B ഹോട്ടലിലാണുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മുടെ പുറകെ ഇരിക്കുന്നതൊക്കെ ഇവിടുത്തെ TDK മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാട്ടോ. ഇവിടെ കഴിക്കുന്നത് ഇടിയപ്പവും തേങ്ങാക്കറിയും. കുറെ ദിവസമായിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മിസ്സിംഗ് ആയിരുന്നു. ഇന്ന് കിട്ടിയപ്പോ അത് കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ടോ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഇത് തേങ്ങാപ്പാലാട്ടോ. ഇത് അതിന്റെ ഒരു ഗ്രേവി. തേങ്ങാപ്പാല് കൂട്ടി നിങ്ങൾ ആരെങ്കിലും ഇടിയപ്പം കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നാലും തമിഴ്നാട്ടിൽ ഇത്രയും ദിവസം കൊണ്ട് കഴിക്കുമ്പോൾ ഒരു സുഖം കേട്ടോ. തേങ്ങാപ്പാല് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് കൊതിപ്പിക്കണം എല്ലാരും. അതെ അളഞ്ഞു വന്നു. കുണ്ട്രാപ്പിന്റെ കുട്ടുപോയി ആന. നമ്മളിന്ന് ഈ ഹോട്ടലിലാട്ടോ സ്റ്റേ ചെയ്യാൻ പോന്നെ. കേട്ടില്ല? ഗൈസ്, എങ്ങനെയുണ്ട് മീശ? എല്ലാരും പറയുന്നത് ഇച്ചിരിയില്ലാത്ത പൂട പിരിച്ചു വെക്കുന്നെന്ന്. എന്റെ പൊന്നളിയാ, ആകെ അതേ ഉള്ളൂ. അപ്പൊ അതല്ലേ പിരിച്ചേക്കാൻ പറ്റുള്ളൂ. തമിഴ്നാട്ടിൽ വേണ്ട നമ്മളിങ്ങനെ പിരിച്ചു വെക്കുമ്പോഴല്ലോ നമുക്ക് തനിയൊരു ഫീലാണ്. അത് ഒരു തനി ഗത്ത്. വിഷയത്തിലേക്ക് വരാട്ടോ. അവരുടെ കൂടെ വന്ന് അവര് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്ന് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടോ. കീഴിലാണ് നമ്മളിന്ന് കിടക്കാൻ പോകുന്നത്. ഇറന്നെടുക്കലിട്ടെ അവരുടെ സപ്പോർട്ടിലാണ് നമ്മളിന്ന് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മള് ഇന്ന് കിടക്കാൻ പോകുന്ന റൂം. അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ റൂമും ഫുഡും എല്ലാം സപ്പോർട്ട് நீங்க ரொம்ப அதிகமா சப்போர்ட் எல்லாம் பண்ணி அதில் எனக்கு எல்லாமே எங்களுக்கு ரொம்ப பிடிச்சி போச்சு. உங்களையும் பிடிச்சி போச்சு. അപ്പൊ ரொம்ப നന്ദി അണ്ണേ. ഗൈസ്, നമ്മളിങ്ങനെ ഉറങ്ങാൻ പോവാട്ടോ. നമുക്ക് പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ സങ്കടങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. നമ്മുടെ യാത്രയിൽ ഒത്തിരി അധികം കഷ്ടപ്പാട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താതിരിക്കുന്നത്. കാരണം എല്ലാവർക്കും കാണാൻ താല്പര്യം അങ്ങനെയുള്ള കാര്യങ്ങളല്ല. പിന്നെ എനിക്കാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ കാണിക്കണമെന്ന് അധികം താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എന്റെ ചിരിച്ച മുഖത്തോടുള്ള സംസാരങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് കാണുന്നതും. അപ്പൊ ഞങ്ങളെ മനസ്സിലാക്കിയിട്ട് മാത്രം ഞങ്ങളെ ഇഷ്ടപ്പെട്ടാൽ മതി കേട്ടോ. അതെനിക്ക് പറയാനുള്ള. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായാൽ മാത്രമേ നാളെ ആണെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാലേ അത് കേൾക്കാൻ നിങ്ങൾ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ഞാൻ വലിച്ചു കിട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.